നമ്മൾ സി പ്രോഗ്രാമിങ്ങിന്റെ ക്ലാസ് 1-ലാണ് ഉള്ളത്. നമുക്ക് സി പ്രോഗ്രാമിംഗ് ഇപ്പോൾ KTUവിനൊക്കെ ഫസ്റ്റ് ഇയറിലെ ഒരു കോമൺ സബ്ജക്റ്റ് ആണല്ലോ സി പ്രോഗ്രാമിംഗ്. ഈ സി പ്രോഗ്രാമിംഗ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ പഠിക്കാം അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ് നെറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് സി പ്രോഗ്രാമിംഗ് ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സൈറ്റ് സി ഓൺലൈൻ കമ്പൈലർ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. സി പ്രോഗ്രാമിംഗ് സി ഓൺലൈൻ കമ്പൈലർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മൾ തൽക്കാലം നമ്മളിവിടെ ഉള്ള കണ്ടന്റിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലുള്ള കണ്ടന്റ് റിമൂവ് ചെയ്യുകയാണ്. ഇതിനകത്ത് നമുക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം, രണ്ട് വിൻഡോസ് അവൈലബിൾ ആണ്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വിൻഡോയിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്, റൈറ്റ് സൈഡ് വിൻഡോയിലാണ് നമ്മൾ ഔട്ട്പുട്ട് കാണുന്നതും അതുപോലെ എന്തെങ്കിലും ഇൻപുട്സ് നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്നതുമൊക്കെ ഇവിടെ നിന്നാണ്, ഈ ഔട്ട്പുട്ട് വിൻഡോയിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ, ഇപ്പം നമുക്കൊരു ബോഡി ഓഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എന്താണ് ഒരു പ്രോഗ്രാമിനകത്ത് എന്തൊക്കെയാണ് ഒരു ബോഡി എന്ന് പറയുന്നത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യം എഴുതുന്ന കോഡ് എന്ന് പറയുന്നത് മിനിമം വേണ്ട കണ്ടന്റ്സ് ആണ്. ഓക്കെ, അതിൽ വരുന്നത് ഒന്ന് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇത് നമ്മുടെ ഇൻക്ലൂഡ് ഫയൽസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, stdio എന്ന് പറയുമ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വോയിഡ് മെയിൻ ആണ്. വോയിഡ് മെയിൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്, അതിനുശേഷം ഒരു ഓപ്പൺ ബ്രാക്കറ്റ്, ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇതാണ് നമ്മുടെ സി പ്രോഗ്രാമിന്റെ ബോഡി എന്ന് പറയുന്നത്. എല്ലാ പ്രോഗ്രാമിലും ഈ ഒരു കണ്ടന്റ് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾ ഓൺലൈനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവം നമ്മൾ പഠിച്ചു വെക്കുക. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ മെയിൻ, വോയിഡ് മെയിൻ, ഈ വോയിഡ് മെയിൻ ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്, ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. വോയിഡ് മെയിൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, അതിനുശേഷം ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇതിനകത്താണ് നമുക്ക് എന്താണോ കമാൻഡ്സ് വേണ്ടത് നമ്മളിവിടെ എഴുതാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് printf എന്നാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. അതിനുശേഷം ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ് ഇടുക, അതിൽ ഡബിൾ കോട്ട്സിനകത്ത് കേരള. ഓക്കെ, അതിനുശേഷം printfന് ശേഷം ഒരു സെമികോളൻ. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുക്കുക, ഈ ബുക്കിനകത്ത് ഹാഷ് ഇൻക്ലൂഡ് stdio.h എഴുതുക, വോയിഡ് മെയിൻ എഴുതുക, ഒരു ഓപ്പൺ ബ്രാക്കറ്റ് printf കേരള എന്ന് പറഞ്ഞിട്ട് വിത്ത് സെമികോളൻ കൊടുക്കുക, ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, സി വെച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, ഇതിനെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് റൺ ഓപ്ഷൻ. ഇതിനെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ എന്താണോ എഴുതിയത് അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടെ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ printf ഹായ് എന്നാണെന്ന് വിചാരിക്കുക. ഹായ് അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് സെമികോളൻ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കേരള ഹായ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇത് രണ്ട് ലൈനിലായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ആദ്യത്തേത് എഴുതിയതിന് ശേഷം ഒരു /n യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലാഷ് ശ്രദ്ധിച്ചോണം, രണ്ട് തരം സ്ലാഷ് ഉണ്ട്. ഒന്ന് ഈ രീതിയിലുള്ള സ്ലാഷ്, തിരിച്ചുള്ള സ്ലാഷും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരള എന്ന് പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു ലൈൻ വിട്ടിട്ടേ ഹായ് പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ കേരള ഹായ് എന്ന് വരും. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം. ഇതായിരിക്കും നമ്മുടെ ക്ലാസ് 1. ഓക്കെ, താങ്ക് യു.